السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا وحبيبنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ഇബാദത്തുകൾ, നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ദുആകളും നമ്മുടെ സ്വതക്കകളും എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു ചെറിയ ചോദ്യം ചോദിച്ച് നമുക്ക് തുടങ്ങാം. അല്പം ഗൗരവമുള്ള ഒരു ചോദ്യമാണ്, നിസ്സാരമെന്ന് തോന്നിയാലും. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മനസ്സിനെയാണോ ഇഷ്ടം, അതല്ല ശരീരത്തെയാണോ? മനസ്സിനെയാണോ ഇഷ്ടം, അതോ ശരീരത്തെയാണോ? ഏതിനെയാണ്? നമ്മൾ പലപ്പോഴും മറുപടി പറയുക മനസ്സിനെയാണ് ഇഷ്ടം എന്ന് പറയായിരിക്കും. എനിക്ക് തോന്നുന്ന ഒരു ഭംഗി വാക്കിന് വേണ്ടിയായിരിക്കും അങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ മുന്നിൽ അവന്റെ ഉപ്പയും അവന്റെ ഉമ്മയും ഇരിക്കെ അവർ രണ്ടുപേരെയും കാണിച്ചു കൊടുത്തിട്ട് ഉപ്പാനെയാണോ നിനക്ക് ഇഷ്ടം, ഉമ്മാനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ കുട്ടി വല്ലാതെ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കും, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് പറയും, എനിക്ക് രണ്ടാളെ ഇഷ്ടമാണെന്ന് പറയും. അല്ലേ? അതുപോലെ സത്യത്തിൽ നമ്മളൊക്കെ ഈമാനിന്റെ മേഖലയിൽ തന്നെയാണ് നമ്മൾ വളരുന്നതെങ്കിലും പ്രവർത്തിക്കുന്നതെങ്കിലും നമ്മൾ നിസ്സഹായരായി പോകുന്നൊരു ചോദ്യമാണ് സത്യത്തിൽ ഇത്. എന്നാൽ നമ്മൾ അറിയണം, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഇണതിരിയാത്ത രണ്ട് കൂട്ടുകാരാണ്. എന്നാലും ഒന്നിനോട് നമുക്ക് പ്രത്യേക താല്പര്യമുണ്ടാവും. എന്ന് നമ്മളൊന്ന് കുളിച്ചൊരുങ്ങി ഇറങ്ങുമ്പോ പ്രിയരെ എത്ര തവണ നമ്മളൊന്ന് മുടി ചെയ്യിട്ടുണ്ടാവും, നമ്മുടെ അതേപോലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടുണ്ടാവും, നമ്മുടെ ഡ്രസ്സിലേക്കൊന്ന് മാറി മാറി നോക്കിയിട്ടുണ്ടാവും. പക്ഷേ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലേ? രണ്ട് തിരിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അത് ദേ വാക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എന്റെ ശരീരത്തെ സുന്ദരമാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെയും നീ മനോഹരമാക്കണമേ എന്ന് പറയാറുണ്ട്. സത്യത്തിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ആരും സത്യത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. അല്ലെ? കണ്ണാടിയിൽ നോക്കുമ്പോ എപ്പോഴും, കാരണം നോക്കൽ തന്നെയാണുള്ള പണി. നമ്മളെ വയസ്സനാക്കുന്നത് രണ്ടാളാ ലോകത്ത്. ഒന്ന് കലണ്ടറും ഒന്ന് കണ്ണാടിയുമാണ്. ഈ രണ്ട് സാധനവും ലോകത്തില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും വളരെ യങ്ങാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം പ്രിയരെ, ഈ മനസ്സിനെ ശരീരത്തെക്കാളും ഒരല്പം കൂടി ശ്രദ്ധിക്കണം. എങ്ങനെ? നഫ്സുൻ താഹിറ, നഫ്സുൻ നാമിയ, നഫ്സുൻ മുബാറക, നഫ്സുൻ മുത്മയിന്ന. നമുക്ക് നമ്മുടെ നഫ്സിന് ഒരുപാട് ഗ്രേഡുകളുണ്ട്. നമ്മൾ ശാന്തായിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണത്. കാരണം നമ്മൾ നോമ്പ് തുടങ്ങുന്നേ ഉള്ളൂ. ഈ ചോദ്യത്തിനൊക്കെ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ല, നമ്മൾ മനസ്സിനോട് ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞിടത്തേക്ക് നമുക്ക് എത്തുന്നുണ്ടോ? നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടെ
നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ തന്നെ ജനിച്ചത്. അതൊരു മഹാഭാഗ്യമാണ്. അപ്പൊ നമ്മുടെ മനസ്സിന് പറയാൻ നഫ്സുൻ ത്വാഹിറ, നല്ല ഒരു ശുദ്ധമായ മനസ്സ്. കുറച്ചും കൂടി ഇങ്ങനെ കഴിയുമ്പോ നഫ്സുൻ നാമിയ, ഇന്നലെയുള്ള നഫ്സല്ല എന്റെ ഇന്നത്തെ നഫ്സാവേണ്ടത്. ഇങ്ങനെ അങ്ങനെ ആയിരിക്കണം കേട്ടോ. എന്നും ഒരു ഡെവലപ്മെന്റ് ഉള്ള മനസ്സ് കിട്ടണം നമുക്ക്. ഇന്നലത്തെക്കാളും ഒരു ശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുക. അങ്ങനെ വരുമ്പോഴാണ് നഫ്സുൻ മുത്മഇന്ന, ആ നഫ്സ് ശാന്തമായിരിക്കും. അതാണല്ലോ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ ഹുദ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ടതില്ല. രണ്ട് വാക്കാണ് ഖുർആൻ അവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന് ഖൗഫ് ഉണ്ടാവില്ല, ഒന്ന് ഹുസ്ൻ ഉണ്ടാവില്ല. ഒരു മുഅ്മിനിന്റെ ഏറ്റവും ഒരു തമഅ്നീനത്ത് എന്നാണ് അതിന് അറബിയിൽ പറയുക. വളരെ ശാന്തതയുള്ള ഒരു മേഖല. ഭയം, ഖൗഫ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ കാര്യത്തെ കുറിക്കുന്നതാണോ വരാനിരിക്കുന്ന കാര്യത്തെ കുറിക്കുന്നതാണോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. വരാനുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പേടി എന്ന് പറയുക. ദുഃഖം എന്ന് പറയുന്നത് എപ്പോഴാണ്? കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞതിലുള്ള വേവലാതിയോ വരാനിരിക്കുന്നതിലുള്ള അസ്വസ്ഥതയോ സത്യത്തിൽ ആർക്കില്ല? മുഅ്മിനിനില്ല. അങ്ങനെ വരുമ്പോഴാണ് ഒരു ത്വമഅ്നീനത്ത് കിട്ടുക. ഏറ്റവും പ്രധാനമാണ് നഫ്സുൻ മുബാറക, ഒരു ഉയർന്ന ഗ്രേഡാണത്. ഇതേപോലെ ഈ ഉയർന്ന ഗ്രേഡ് ഞാൻ പറഞ്ഞതിന് മുമ്പ് നമ്മളെ മുസ്ലിമീങ്ങളെ ഉലമാക്കൾ എന്ത് ചെയ്യുന്നറിയോ? അവിടെ ഈമാനിന്റെ തട്ടിൽ ഒന്നുകൊണ്ട് നമ്മളെങ്ങനെ ഒരു ഗ്രേഡിങ് നടത്തുന്നുണ്ട്. മുസ്ലിം, മുഅ്മിൻ, ഒന്നുകൂടി ഉയർന്ന ഗ്രേഡാണ് മുത്തഖി, അതിനേക്കാൾ ഉയർന്നതാണ് മുഹ്സിൻ. ഇതൊക്കെ നമ്മുടെ ഈമാനിന്റെ വർധനവിനനുസരിച്ച് വരുന്ന ഗ്രേഡാണ്. നഫ്സുൻ മുബാറക. എന്താ നഫ്സുൻ മുബാറക എന്ന് പറഞ്ഞാല്? ബർക്കത്തുള്ള മനസ്സ് എന്നാണ്. 1000 10,000 പേരിൽ ഒരാൾക്കൊക്കെ കിട്ടുന്ന നഫ്സായിരിക്കും അത് എന്നാണ്. നിങ്ങൾക്ക് സഹാബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരുത്തരെ വിളിച്ചു വെക്കും. ഇന്ന അമൽ ചെയ്ത ആളാണ്. ഏത് അമൽ എടുത്തു നോക്കിയാലും എന്ത് ചോദിച്ചാലും അതിലാരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അല്ലെ? അവർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കഥ ഉണ്ട് കേട്ടോ. അവിടെയും നീ എന്നെ തോൽപ്പിച്ചല്ലോ അബൂബക്കറേ എന്ന് പറയുന്ന രംഗമുണ്ട്. അത് നഫ്സിനെ ചേർക്കാൻ വേണ്ടിയാണ്. ഇവര് യുദ്ധസ്വത്ത് കൊടുക്കുക. യുദ്ധസ്വത്ത് കൊടുക്കുന്ന സമയത്ത് തബൂക്ക് യുദ്ധത്തിലേക്ക് ഫണ്ട് കൊടുത്തപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അധികമൊന്നും കൊടുക്കാനില്ല. അവര് കൊടുത്തത് വളരെ കുറച്ചാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ പാതി കൊടുത്തു, ഒരു ഭയങ്കര സ്വത്ത് കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അങ്ങനെ എന്താ വെച്ചാൽ ഈ അബൂബക്കറും ഉമറും തമ്മിൽ എപ്പോഴും അവര് ഞാൻ ജയിക്കണം എന്നുള്ള നന്മയുടെ കാര്യത്തിലുള്ള മത്സരമുള്ള ഒരാളാണ്. അപ്പൊ ഇനി എന്താണ് അബൂബക്കറെ വീട്ടിലുള്ളത് എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി അള്ളാഹുവും റസൂലും ബാക്കിയുണ്ട്, നിന്റെ അടുത്തുള്ള സാധനമൊക്കെ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് എന്താ ബാക്കിയുള്ള ചോദിച്ചാൽ, എന്റെ അടുത്ത് പാതി സ്വത്ത് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ജയിച്ചതാരാ? നിങ്ങൾ എന്നെ തോൽപ്പിച്ചല്ലോ എല്ലായിടത്തും. നഫ്സുൻ മുബാറക അതാണ്. ഇത് ആമുഖമായി ഇത്രയും കാര്യം ഞാൻ സൂചിപ്പിച്ചത് എന്തിനറിയാം? നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മളെ അടുക്കൽ ഒരാൾ വന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു കാക്ക, ഒരു ജീവി നമ്മുടെ ശരീരത്തിൽ അപ്പിയിട്ടു നോക്കാം, ഒന്ന് കാഷ്ടിച്ച്. നമ്മളത് കണ്ടിട്ടില്ല. ഒരാൾ വന്നിട്ട് പറയാം, നിങ്ങളുടെ ഷർട്ടിൽ ഇങ്ങനെ എന്തോ ഒരു മാലിന്യം ഉണ്ടല്ലോ എന്ന് എന്ന് നമുക്ക് പറഞ്ഞു തന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അയാളോട് ആദ്യം പറയാം താങ്ക്സ് പറയും. എന്തിനാണ് ആ താങ്ക്സ് പറയുന്നത്? നന്നായിട്ടോ, അതല്ലെങ്കിൽ ഈ മാലിന്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകേണ്ടവരല്ലേ എന്ന് ചോദിക്കുമ്പോ വളരെ നന്നായി എന്ന് പറയും. അല്ലെ? നേരെ തിരിച്ച് നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചു. അതേ സമയം വേറൊരാൾ വന്നിട്ട് നമ്മളോട് പറയാം, നിങ്ങളുടെ ആ പെരുമാറ്റത്തില് ഒരു ചെറിയൊരു അഹങ്കാരത്തിന്റെ ഒരു ഭാവമുണ്ട്.
നിങ്ങൾ ആ വർത്തമാനം ശരിയല്ല. വളരെ നസീഹത്തോടുകൂടെ നമ്മൾ ഒരാൾ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ജാഗ്രത പുലർത്തണം. അങ്ങനെ നിങ്ങൾ പറയല്ലേ, ഇങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ തിരിച്ചെന്ത് പറയുന്നറിയോ? ഒരു കുറച്ചു കാലമായിട്ട് നിന്റെ കുറ്റവും കുറവും ന്യൂനതകളും കണ്ട് നിന്റെ പിന്നാലെ കൂടിക്കാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കും. ശരീരത്തിലെ ഒരു മാലിന്യം കാണിച്ചു തന്നാൽ താങ്ക്സ് പറയുന്ന അതേ നമ്മൾ മനസ്സിൽ എവിടെയോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് അത് പറഞ്ഞു തരുന്ന വേളയില് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ കുറ്റപ്പെടുത്തലായിട്ടാണ് നമ്മൾ കാണുക. അല്ലെ? നന്നാവേണ്ടത് ശരിക്കാരാ. ഖുർആൻ പറഞ്ഞത് നമ്മളെല്ലാം പിറന്നു വീഴുമ്പോ ശുദ്ധമായ ഫിത്രത്തോടു കൂടിയാണ്. ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ല. ശുദ്ധമായ ഫിത്രത്താണ്. ഫഅൽഹമഹ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. എന്നിട്ടാണ് നമ്മുടെ മനസ്സിനെ അല്ലാഹ് സംവിധാനിച്ചിട്ട് അവിടെ അധർമ്മവും തഖ്വയും സന്നിവേശിപ്പിച്ചു. അത് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തതുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഇത് പറയുമ്പോൾ നമ്മൾ ശരിക്കും പഠിക്കാൻ നമ്മൾ റമളാൻ തുടങ്ങാണ്. ഖദ് അഫ്ലഹ, വിജയിച്ചു നിങ്ങൾ, മൻ സക്കാഹ, തസ്കിയത്ത് നടത്തിയവൻ. പിന്നെ വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനപ്പെടുത്തിയവൻ പരാജിതനായി. നമുക്ക് കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് തസ്കിയത്ത്, തദ്സിയത്ത്. തസ്കിയത്ത്, തദ്സിയത്ത്. എന്താ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ട വാക്കല്ലേ? നമ്മൾ ഒരു പാടത്ത് കൃഷി ചെയ്യുമ്പോ വിത്ത് വിതറും. വിത്തിന്റെ കൂടെ വിത്ത് മുളച്ചു പോകുമ്പോ വിത്തിന്റെ കൂടെ കളകൾ ഉണ്ടാവും. അവിടെ മുളച്ചു പൊങ്ങിയ വിത്തിനേക്കാളും ശക്തിയിലാണ് കള മുളച്ചു പൊങ്ങുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? കള ആ വിത്ത് മുളയ്ക്കുന്നതിനെ പിടിച്ചു നിർത്തിയിട്ട് കളയെ നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കും. അതിനാണ് തസ്കിയത്ത് എന്ന് പറയാം. നമ്മുടെ മനസ്സിൽ വേണ്ടതുണ്ടാവും, വേണ്ടാത്തതുണ്ടാവും. വേണ്ടതിനെ നിർത്തിയിട്ട് ആ വേണ്ടാത്തതിനെങ്ങനെ പറിക്കണം. ഈ പണി നടക്കണം. എങ്ങനെ? നമ്മളൊക്കെ ഐസ് തിന്നുന്നവരാണ്. ഇപ്പല്ലാന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഏതായാലും തിന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം. ഇത് നമ്മൾ തിന്നുന്ന ഒരു ഐസ് നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണാൽ നോക്ക്, അതിലെ പൊടി മണ്ണും എല്ലാം ഉണ്ടാവും. ആ ഒരു മാംസം, ഒരു മീന് നിലത്ത് വീണാൽ എടുത്തു നോക്കി അതിൽ മണ്ണും പൊടിയും ഉണ്ടാവും. ഈ മണ്ണ് പുലരുന്നതിനെ, പടരുന്നതിനെയാണ് തദ്സിയത്ത് എന്ന് പറയാം. നമ്മളൊരു ടാപ്പിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് ആ ടാപ്പ് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അതിലെല്ലാ മാലിന്യവും പോവില്ലേ? അതിനാണ് തസ്കിയത്ത് എന്ന് പറയുക. മനസ്സിലായോ? ഇത് നമ്മുടെ മനസ്സിൽ കൃത്യമായി നടക്കണം. നമ്മുടെ മനസ്സിൽ വേണ്ടതുണ്ട്, വേണ്ടാത്തതുണ്ട്. ശരീരം യഥാർത്ഥത്തിൽ ഒരു ഭാരമാണ്. പലപ്പോഴും ശരീരം ഭാരമാണ്. അതിന്റെ പിന്നാലെ ഒരു മിനിറ്റ് കൂടി വരെ നമ്മൾ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് മനസ്സുകൊണ്ട് പോയി ഉംറ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഉംറക്കൊന്ന് പോകണം എന്ന് പറയുമ്പോ ഹജ്ജിന് പോകണം, തവാഫ് പോകണം, ശരീരം ഇവിടെ ഉണ്ടാവും. മനസ്സ് പോയി ഉംറ ചെയ്ത് ഹജ്ജും ചെയ്ത് തവാഫും ചെയ്തിട്ട് വേണമെങ്കിൽ മനസ്സ് തിരിച്ചു വരും, അല്ലേ? പക്ഷെ വേറൊരു സംഗതി ഉണ്ട് കേട്ടോ. ഇന്റെ കണ്ണെത്തുന്നിടത്ത് എനിക്ക് കാലെത്തുന്നില്ല എന്ന് പറയുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. തൊട്ടടുത്ത ബെഡ്റൂം, ഇവിടെ ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല. പലന്റെ മനസ്സെത്തും, ആരെത്തുന്നില്ല? നിന്റെ ശരീരം എത്തുന്നില്ല. ശരീരം നമുക്ക് പല ഭാരാണെങ്കിൽ അള്ളാന്റെ റസൂല് നമ്മളോട് പറഞ്ഞെന്തറിയോ? ഈ രണ്ട് പറയണോ മനസ്സിലാക്കണേ. ശരീരത്തിനും ഉന്മേഷം വേണം, മനസ്സിനും ഉന്മേഷം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫി ഫീഹിമാ ഖൈർ. രണ്ടാളെ പറഞ്ഞുതരാ. നല്ല കവിയായ മുഅ്മിൻ, ലഈഫായ ദുർബലനായ
ആളെക്കാളും മികച്ചവനാണ്, നല്ലവനാണ്. പക്ഷെ രണ്ടാളിലും ഗുണമുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ലൈഫായ ചങ്ങായിനേക്കാളും ഇഷ്ടം നല്ല കവിയായ ആളെയാണ്. കാരണം നമ്മൾ ആവശ്യപ്പെടുന്നിടത്തേക്ക് നമ്മുടെ ശരീരത്തെയും കൊണ്ടുപോവാൻ രണ്ടിനും കരുത്തുണ്ടാക്കണം. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരാ? മനസ്സിനൊരു കരുത്ത് കിട്ടിക്കൊടുത്താൽ ശരീരവും കൂടെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ ശരീരപ്രധാനമായ കാര്യങ്ങളാണ് കാര്യമായി നടക്കുന്നത്. ഇപ്പൊ നാട്ടിൽ ഭയങ്കര സജീവ മെക്സവനാണെങ്കിലും ഇനി കരാട്ടെ ആണെങ്കിലും നമ്മൾ എന്ത് പഠിക്കാൻ പോകുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് ശരീരത്തെയാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ആരെയും ശ്രദ്ധിക്കണം? നമ്മുടെ മനസ്സിനെയും ശ്രദ്ധിക്കണം. ആ മനസ്സിനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുമ്പോൾ എന്താണെന്നോ, പലരും ലക്ഷ്യമിടുന്നത് ശരീരമാകുമ്പോഴാണ് പല അപകടങ്ങളും. നമ്മളോട് സ്വപ്നം കാണാൻ ഖുർആൻ പറയുന്നില്ലേ? റബ്ബിക്കും. അങ്ങനെ വരണമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ എത്തണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? നമ്മളുടെ ആരാധനകൾ മനസ്സുകൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇന്ന് ആരാധന എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു ഉണങ്ങിയ നമസ്കാരങ്ങളായി അല്ലെങ്കിൽ മൂല്യങ്ങളില്ലാത്ത ചടങ്ങായി മാറിപ്പോകുന്നത് നമ്മൾ പേടിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് തന്റെ ശിഷ്യന്മാരോട്. ഇബാദത്തുകൾ അനുഭൂതികളായി, ഇബാദത്തുകൾ ടേസ്റ്റ് ആയിട്ട് വന്നാലാണ് മനസ്സിന് ബലം കിട്ടുക. പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? നമ്മുടെ മനസ്സിന് ഒരു അനുഭൂതിയായി നമ്മുടെ ആരാധനകൾ മാറിയാൽ നമ്മുടെ മനസ്സിന് ബലം കിട്ടും. ഒരു അനുഭൂതി കിട്ടണമെങ്കിൽ, ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കയ്യെട്ടി. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിരുന്നല്ലോ, എന്തിനാണ് ശത്രുക്കൾ പല ആളുകളെയും വകവരുത്തുന്നതിന്, സ്വഹാബത്തിന്റെ കാലത്ത് വകവരുത്തുന്നതിന് അവർ നമസ്കാരത്തിന്റെ ടൈം തെരഞ്ഞെടുത്തത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ സുബഹിക്കാണ് ചാട്ടുളി കൊണ്ട് ആ മജൂസി അയാൾ വളഞ്ഞ് ഒളിഞ്ഞിരുന്നത്. എന്തിനാണ് അവർ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇനി ഒന്നുകൂടി നിങ്ങൾ നോക്കണം. ഇസ്ലാം യുദ്ധം നടക്കുക ശത്രുക്കളോട്. അപ്പൊ ശത്രുക്കൾ പറഞ്ഞതറിയാം, നമ്മളൊരു പണിയെടുക്കണ്ട, മുഅ്മിനുകൾ മുസ്ലിമീങ്ങൾ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയാൽ നമുക്ക് അവർ അറ്റാക്ക് ചെയ്യാമെന്നത്. കാരണം അവർ കൈകെട്ടിയ പിന്നെ നമ്മളായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, നമുക്ക് സുഖമായിട്ട് അവർ അടിച്ചു വീഴ്ത്താമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഖുർആൻ ആയത്തിറക്കിയത്. അങ്ങനെ എളുപ്പം നോക്കണ്ട, നബിയെ നിങ്ങൾ ഇവരെ രണ്ട് സഫാക്കണം, ഒരു സഫിനെ കൊണ്ട് ഒരു റക്അത്ത് നമസ്കരിക്കണം, എന്നിട്ട് മറ്റേ ടീം ഉടനെ സലാം വിടണം. ഈ യുദ്ധ സമയത്തുള്ള നമസ്കാരത്തിന്റെ നിയമം അപ്പോഴാ വന്നത്. ഞാൻ എന്തിനാ ചോദിച്ചെന്ന് ചോദിച്ചാൽ, മൂല്യമുള്ള നമസ്കാരങ്ങൾ നമ്മിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എവിടേക്ക് എത്തണം എന്നറിയാമോ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നുൽ ഖയ്യിം, ഇമാം ഗസാലി, ഷാ വലിയുല്ലാഹി ദഹ്ലവി, ഈ പറയുന്ന മഹാന്മാരാണ് മനസ്സിനെ കൃത്യമായി അപഗ്രഥിച്ചിട്ടുള്ളത്. ഇമാം ഗസാലി എഴുതിയ കിതാബുകൾ ഉണ്ടല്ലോ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ജോൺ എഡയാർ, ഇയാൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കറാണ്. ഇയാൾ പറഞ്ഞത്, ഇവരെ ഒരു ക്ലാസ്സിന് 50,000 1,00,000 പേ ചെയ്യും. അവര് പറയുന്നത്, ഞങ്ങൾ ഈ കോട്ടണിഞ്ഞ് സൂട്ടിട്ട് പ്രസന്റേഷൻ മാത്രമേ ഉള്ളൂ. ലോകത്ത് മനസ്സിനെ അപഗ്രഥിച്ചിട്ടുള്ളത് 2 മുഹമ്മദുമാരാണ്. ഒന്ന് മുഹമ്മദ് ബിൻ അബ്ദുല്ല, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പോലും പറയില്ലല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അബൂ ഹാമിദ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. ഇമാം ഗസാലി മരിക്കുന്നത് 52ാമത്തെ വയസ്സിലാട്ടോ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 52 വയസ്സുകൊണ്ട് 900-ലധികം ഗ്രന്ഥം രചിച്ച മഹാനാണ്. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു അവരോടൊപ്പം നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് തന്ന് അനുഗ്രഹിക്കുവാനാവട്ടെ. 900 ഗ്രന്ഥം എഴുതി നമ്മുടെ ഒരു ആയുസ് കൊണ്ട് വായിച്ചാൽ തീരൂല. അവരുടെ മനസ്സിന്റെ പവർ എത്രയാണ്. 54-ാമത്തെ വയസ്സിലാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാ മരിക്കുന്നത്. ഇമാം ഷാഫി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് എന്ത് വരും? ഒരു 30 രൂപ വരിക, വലിയ മഹാന. 54 വയസ്സ്. നമ്മുടെ ഏജും അവരുടെ ഏജും കൂടെ ചേർത്ത് നോക്കിയാൽ ഒരു മനുഷ്യായുസ് കൊണ്ട് ചെയ്തതാണ്. അതാണ് മനസ്സിന്റെ പവർ എന്ന് പറയുന്നത്. അത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, മക്കളെ, ഇബാദത്തിന് ആസ്വാദനം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിൽ 2 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഞാൻ ചോദിച്ചതുപോലെ മനസ്സിനെയാണോ ശരീരത്തിനെയാണോ ഇഷ്ടം? അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണോ, അബ്ദുകളാണോ, അജീറുകളാണോ? അജീർ കൂലിക്കാരൻ, അബ്ദ് അടിമ. ഈ 2 എണ്ണത്തിന് നമ്മൾ ഒരു മറുപടി കൊടുത്തിട്ടോ. എനിക്കത് പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാം. നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണോ അതോ അജീറുകളാണോ? നമ്മൾ നമസ്കരിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാനാണോ? അജീർ പറഞ്ഞ കൂലിക്കാരൻ. കൂലി കിട്ടാൻ വേണ്ടിയാണോ ചെയ്യുന്നത്? അതല്ല അള്ളാഹുവിന്റെ അടിമ എന്ന നിലക്കാണോ? നമ്മൾ എന്തിനാ ചെയ്യല്? അടിമ എന്നാണോ കൂലിയാണോ? കൂലിക്കുമല്ലേ. നിസ്കരിക്കണ എന്തിനാ? കൂലിക്കാനാണ്. നോമ്പ് വെൽക്കണ എന്തിനാണ്? കൂലിക്കാണ്. എന്നാ അദ്ദേഹം വീണ്ടും അതിന് വിശദീകരിച്ചു കൊടുത്ത്, കൂലിക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നതെങ്കിൽ, ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ, കൂലി തരുന്നവൻ അഥവാ മുതലാളി നമ്മുടെ വേല, നമ്മുടെ ജോലി നോക്കും. ജോലി നോക്കിയിട്ടാണ് കൂലി തരുള്ളൂ തന്നെയല്ലേ? അല്ലെങ്കിൽ നാളെ നമ്മളെ പണിക്ക് വിളിക്കൂല. കൂലിക്ക് വേണ്ടിയാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ നോക്കി ഇമാം ഇങ്ങനെ 2 ആയത്ത് നീട്ടി വരിക, ഈ ചങ്ങായി എന്തറപ്പ ഒന്ന് നമ്മളിങ്ങനെ നിന്ന് കയ്യും കാലൊക്കെ ഇങ്ങനെ കുറച്ചു. നമ്മളെ നാട്ടിലൊരാൾ പറഞ്ഞു തരേ, എമ്മാന്തരം ഇതൊന്ന് ഇപ്പൊ റുക്കൂലിക്ക് പോയാലോ, അപ്പം പോകാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമസ്കാരം ഒരു 2 ആയത്ത് കൂടിയാൽ ഒരു തിക്കുമുട്ടാണ്, ഒരു പ്രാർത്ഥന കൂടിയാൽ ഒരു തിക്കുമുട്ടാണ്. നമ്മുടെ ഇബാദത്തുകൾക്ക് ഒരു കൂലിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ നമ്മുടെ ഓത്തും നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മൾ ചെയ്യുന്ന അമലിനും അല്ലാഹ് കൂലി തന്നാൽ നമ്മൾ പാപ്പരാവോ, നമ്മൾ വിജയിക്കോ? അപ്പൊ നമ്മൾ കൂലിക്കല്ല. നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടേണ്ട വാക്കേതാണ്? ഞാൻ അബ്ദാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അടിമ ഒരു ജോലി ചെയ്താൽ അതിന്റെ കൂലി അടിമക്കല്ല, ആർക്കാണ്? ഉടമക്കാണ്. പിന്നെ അടിമക്ക് കിട്ടേണ്ട, നമ്മൾ നല്ലോണം പണിയെടുത്താൽ ഉടമ നമ്മെ ഇഷ്ടപ്പെടും. ഉടമ നമ്മെ ഇഷ്ടപ്പെട്ടാൽ അടുത്തത് നമുക്ക് എന്ത് കിട്ടും? ഉടമയുടെ ഇഷ്ടം നമുക്ക് കിട്ടിയാൽ ഏറ്റവും അവസാനം അടിമയെ ഈ ഉടമ മോചിപ്പിക്കാം. അല്ലെങ്കിൽ ആ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ തണലിൽ എന്ത് ചെയ്യാം? അടിമക്ക് ജീവിക്കാം. അപ്പൊ നമ്മൾ എന്തിനാണ് പണിയെടുക്കുന്നത്? നിങ്ങൾ ശരിക്കാലോചിച്ച് നോക്കി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോമ്പ് എന്തിനാണ്? ഞാൻ നല്ല ആബിദാവണം. ഞാൻ എന്തിനാ ഖുർആൻ ഓതുന്നത്? എന്റെ യജമാനന്റെ ഇഷ്ടം എനിക്ക് കിട്ടണം. അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ നോമ്പ് നമുക്ക് ഇഷ്ടാവും, ഓത്ത് നമുക്ക് ഇഷ്ടാവും, സുബഹിക്ക് എഴുന്നേൽക്കാൻ നമുക്ക് ഇഷ്ടാവും. ഏതൊരു അമലും മനസ്സിന് ബലം തരും. അല്ലെങ്കിൽ അതെന്തറിയാം, ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമാവും. അതുകൊണ്ടാണ് ഇബാദത്തുകൾ സ്നേഹമാണ്. ഈ ഇബാദത്ത് പറഞ്ഞിടത്ത് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട് റഹിമഹുല്ലാ, അഅലൽ മറാത്തിബിൽ ഹുബ്ബി അൽ ഇബാദ. നേരെ കേൾക്കണം. അഅല മറാത്തിബിൽ ഹുബ്ബ്, സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ഗ്രേഡ്, സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ഗ്രേഡാണ് അൽ ഇബാദ, ആരാധന.
ഇങ്ങനെ നമ്മൾ സാധാരണ പറയാറുണ്ട്, അദ്ദേഹത്തോട് എനിക്ക് ഒരു ആരാധനയാണ് തോന്നിയത്. മലയാളത്തിലെ വാക്കുണ്ട് കേട്ടോ. നമ്മൾ നന്നായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ പറയും, അയാൾ എന്റെ ആരാധ്യ പുരുഷനാണ്, ആരാധനാ പുരുഷനാണ്. പദത്തിന്റെ തെറ്റോ ശരിയോ അല്ല നമ്മൾ നോക്കുന്നത്. ഇഷ്ടം തോന്നുന്ന ആളോട് മാത്രമേ ആ വാക്ക് ഉപയോഗിക്കുള്ളൂ. എങ്കിൽ മുഅ്മിനുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം തോന്നുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഞാൻ നിർത്താണ്, നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ട്. നേരെ ചിന്തിക്കണം, മനസ്സിന് ആരോഗ്യമുണ്ടോ ഇല്ലേ? ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിക്കാം. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നമ്മൾ ആ മനുഷ്യന് ആദ്യം കൊടുക്കാൻ നമ്മുടെ മനസ്സാണ്. മനസ്സൊരാൾക്ക് കൊടുത്താൽ നമ്മൾ അയാൾക്ക് പിന്നെ എന്ത് കൊടുക്കും? ഈ ചോദ്യങ്ങൾക്കൊക്കെ മനസ്സിൽ ഉത്തരം പറയണം. നമ്മൾ ഒരാൾക്ക് മനസ്സ് കൊടുത്താൽ നമ്മൾ പിന്നെ അയാൾക്ക് എന്താ കൊടുക്കുക? നമ്മൾക്ക് എന്തെല്ലാം മൂല്യങ്ങളുള്ള ഈ ലോകത്ത് സാധനങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് കൊടുക്കും. നമുക്ക് വിലപിടിപ്പുള്ളതൊക്കെ കൊടുക്കും. നമ്മുടെ ശരീരം വരെ കൊടുക്കും. നമ്മുടെ ശരീരം കൊടുക്കണമെങ്കിൽ ആദ്യം എന്ത് കൊടുക്കണം? മനസ്സ് കൊടുക്കണം. നമ്മുടെ റബ്ബിന് നമ്മൾ നമ്മുടെ മനസ്സ് കൊടുത്തിട്ടുണ്ടോ? മനസ്സ് കൊടുക്കാത്തിടത്തോളം കാലം എന്താണെന്നറിയാം, ആ ഇഷ്ടം നമുക്ക് കിട്ടൂല. ഒന്നുകൂടി ആവർത്തിക്കാൻ, നമ്മൾ ചെയ്യുന്ന പല അമലുകളും നമുക്കൊരു ഭക്തി തോന്നാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടോ ഇല്ലേ എന്നതിന് ഉലമാവ് പറഞ്ഞു തന്നൊരു ചോദ്യം എന്തറിയോ? അള്ളാഹുവിൽ നിനക്ക് നല്ല ഭക്തി വേണോ? നിന്റെ മനസ്സിന്റെ ആരോഗ്യം എത്രയുണ്ടെന്ന് നീ നോക്കണം. നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളുടെ പേരിലും അള്ളാഹു നമ്മെ ശിക്ഷിക്കുന്നുണ്ടോ ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ല. ഉറപ്പല്ലേ? ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നമുക്കിങ്ങനെ നിൽക്കാനും ഇരിക്കാനും കഴിയോ? പക്ഷേ ഉലമാവ് പറയുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്. കടുപ്പമുള്ള ശിക്ഷ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി. എന്തറിയോ അത്? നമ്മൾ അറിയുക, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾക്കനുസരിച്ച് അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹ് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഒരു പേടിയില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശിക്ഷയാണത്. ഞാൻ ഇങ്ങനെ ആലോചിക്കലുണ്ട്, ബദറിൽ മരിച്ച സഹാബികൾ, ബദരീങ്ങള്, നമ്മൾ കേട്ടതിന്റെ ഒരു 100ൽ എത്ര അംശം ദീന് കേട്ടിട്ടുണ്ടാവും? ദീന് സമ്പൂർണമാകുന്നതിന് പോലും മരിച്ചുപോയില്ലേ, ഷഹീദായില്ലേ, അവർക്ക് സ്വർഗല്ലേ? അള്ളാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച സഹാബികൾ, അവർ ദീന് പഠിച്ചതിനേക്കാളും പഠിക്കാൻ സൗഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. നമ്മുടെ ഈമാനും അവരുടെ മനസ്സും തമ്മിലൊന്നും ഇങ്ങനെ ചേർത്തി വെച്ച് നോക്കുമ്പോൾ, ഇന്നൊരു ഖുത്ബ കേട്ടു. നമ്മൾ ചെന്നിട്ട് പുറത്തുനിന്നിട്ട് പറഞ്ഞു വേറൊരാളോട്, ഈ പള്ളിക്ക് വരാത്ത ഒരാളോട്, ഇന്നത്തെ ഖുത്ബ അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഞാൻ അറിയാതെ ഇന്നിന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്തൊക്കെ ഉസ്താദ് പറഞ്ഞ്, നല്ല പ്രസംഗമായിരുന്നു. എന്താ പറഞ്ഞേ? അത് പറഞ്ഞോണ്ട, അതെന്താ എനിക്ക് നല്ല പ്രസംഗമായിരുന്നു, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്നില്ല. ലോഹറിനെ കേട്ടത് അസറായപ്പോൾ നമ്മൾ മറന്നു അല്ലെ? അല്ലാഹ് എന്ന് കേൾപ്പിക്കപ്പെടുമ്പോൾ ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്ന് കേൾപ്പിക്കപ്പെടുമ്പോൾ മനസ്സ് ഈജാലുൽ ഖൽബ് ഉണ്ടാവുക, മനസ്സ് വിറക്കുക. ഇതുണ്ടാവുക എന്ന് പറയുന്നതാണ് വിജയം എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് എത്ര കിട്ടിയെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കണം. അവിടെയാണ്
നമ്മൾക്ക് കിട്ടിയ ആയുസ്സും സഹാബത്തിന് കിട്ടിയ ആയുസ്സും നമ്മൾ ചേർത്തി വെക്കേണ്ടത്. ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും ഈ നഫ്സിൽ ഉണ്ടാകുന്ന ശർറുകളെ പേടിക്കണം. അപ്പോൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു പ്രസംഗം നടത്തുകയാണെങ്കിലും പറയുമല്ലോ, വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ. അല്ലേ? മനസ്സിൽ ശർറ് വന്നാൽ അതിന്റെ കരുത്ത് ചോരും. ശരീരത്തിന് ക്യാൻസർ വരുന്നത് പോലെയാണ് നഫ്സില് ശർറ് വരുന്നത് എന്നാണ്. അതില്ലാതെ കിട്ടിയാണ്ടല്ലോ 2 കൊല്ലം കിട്ടിയാൽ മതി നമുക്ക് സ്വർഗം കൊണ്ടുവരും. ഒറ്റ സഹാബിയുടെ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ കേട്ട സംഭവമായിരിക്കും, ചിലപ്പോൾ ഞാൻ തന്നെ പറഞ്ഞതുണ്ടാവും, എന്നാലും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി തരികയാണ്. സഅദ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ, മദീനത്തേക്ക് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞയക്കുന്ന സഹാബിയാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ദഅവാ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യാപകമായപ്പോ അവരെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ വാങ്ങിയ 30 വയസ്സുള്ള വ്യക്തിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഒറ്റ വാക്ക് പറയുന്നുള്ളൂ. ഇപ്പോ ഒരു ദിവസം വന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ചാട്ടുളി, വിഷം പുരട്ടിയ ചാട്ടുളിയുമായി പിടിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒളിഞ്ഞിരുന്ന് എറിയണം, ഏറ് കൊണ്ട് മരിച്ചില്ലെങ്കിലും വിഷം തട്ടി മരിക്കണം. ആദ്യത്തെ ദിവസം ക്ലാസ് കേട്ടു. അദ്ദേഹം അങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, കുറച്ചുകൂടി കേൾക്കട്ടെ, ഇന്ന് നാളെ നോക്കാം. നാളെയും കേട്ടു. അപ്പൊ അയാൾക്ക് ഭയങ്കര ഇമ്പായി. ഒരു ദിവസം, 3-ാമത്തെ ദിവസം കൂടി കേട്ടപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മനസ്സാകെ മാറി. നബിയെ കാണണമെന്ന് പറഞ്ഞു. ശഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ബദർ യുദ്ധത്തിന് പോകുമ്പോ മുസ്ലിമീങ്ങളുടെ ആവേശമായിരുന്നു. 33 വയസ്സുള്ള സഅദ് റളിയല്ലാഹു അൻഹു. 33. എന്താണ് നിങ്ങള് നമ്മുടെയൊക്കെ ഒരു പ്രായങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഞാൻ നിർത്തുകയാണ്. അവിടുന്ന് ഇദ്ദേഹം ഉഹദ് യുദ്ധം നടക്കുന്ന വേളയിൽ 2ാമത്തെ അറ്റാക്കില് ശത്രുക്കൾ ഇങ്ങോട്ട് മുന്നോട്ട് കുതിച്ചു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു നിർത്തുന്നത് സഅദ് റളിയല്ലാഹു അൻഹു ആണ്. സഅദിനോട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, സഅദേ, മുന്നോട്ട് വല്ലാതെ പോകണ്ട, സാഹചര്യം അനുകൂലമല്ല എന്ന് പറയുന്നു. അദ്ദേഹം പറയണ വാക്കെന്നറിയോ? നബിയെ, ഈ കഴുത്തിന് മുകളിൽ നിങ്ങൾ തലയുണ്ടോ എന്ന് നോക്കണം. തലയുണ്ടോ എന്ന് നോക്കണം. തലയുണ്ടെങ്കിൽ എന്റെ കൂടെ, എന്റെ പിന്നിൽ നിന്നോളാം. തലയില്ലാത്തൊരു ഘട്ടം വന്നാൽ നിങ്ങൾ മുന്നോട്ട് വരരുത്, പിന്നോട്ട് തന്നെ പോകണം. മറ്റൊരു യുദ്ധത്തില് വയറ്റത്ത് വിട്ടുകൊണ്ട് കുടൽമാലകൾ പുറത്തു ചാടി രക്തം വാർന്നുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു 35-ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന ജനാസ വെച്ച് അവരുടെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ തുരുതുരേ ഉമ്മ വെക്കുന്നുണ്ട്. നബിയുടെ കണ്ണ് നിറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലോട്ട് ആ ജനാസ ഖബറിൽ ഇറക്കുമ്പോ താഴെ നോക്കി റസൂലുള്ളാഹി കരയും, മീതേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹി ചിരിക്കും. മുകളിലേക്ക് നോക്കി ചിരിക്കാം, താഴെ നോക്കിയിട്ട് കരയുക. സഹാബികൾ ചോദിക്കാണ്, റസൂലേ എന്തത് എന്ന് ചോദിക്കുക. എന്റെ സഅദേ, ഓരോരുത്തരുടെയും റൂഹിനെ കൊണ്ടുപോകാൻ അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തില് 10, 20, 100, 700 മലക്കുകൾ ഉണ്ടാവും. എന്റെ സഅദിനെ കൊണ്ടുപോകാൻ 70,000 അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകളാ വന്നത്. ഞാൻ മേലോട്ട് നോക്കുമ്പോ അതാ ചിരിച്ചത്. അവരെ കണ്ട സന്തോഷ. എന്റെ സഅദ് പോകാന്നുള്ള സങ്കട. താഴെ നോക്കുമ്പോ 5 കൊല്ലം മുസ്ലിമായിട്ടുള്ളൂ. പ്രിയരെ, 5 കൊല്ലം. ആ നഫ്സിന്റെ ആരോഗ്യം ഉണ്ടല്ലോ, ആ ആരോഗ്യം, കരുത്ത നമ്മൾ അള്ളാഹിനോട് അതാ ചോദിക്കേണ്ടത്. ഒരായുസ് കിട്ടിയിട്ട് ഒരു 10 മലക്കുകളെയെങ്കിലും നമ്മുടെ റൂഹിനെ ചുമക്കാൻ, നഫ്സിനെ കൊണ്ടുപോകാൻ, ആ സാന്നിധ്യം ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടാവും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക
വഹബ്ബ മൻ യുഹിബ്ബുക വഹബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹബ്ബിക. പ്രാർത്ഥന കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹബ്ബക. പടച്ചവനെ, നിന്റെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നു, നിന്റെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹബ്ബക വഹബ്ബ മൻ യുഹിബ്ബുക. നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടത്തെ ഞാൻ ചോദിക്കുന്നു. വഹബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹബ്ബിക. നിന്നോടുള്ള ഇഷ്ടം നേടാൻ കഴിയാവുന്ന വിധത്തിലുള്ള കൂടുതൽ കൂടുതൽ നല്ല അമലുകൾ ചെയ്യാനുള്ള തൗഫീഖിനെയും ഞാൻ ചോദിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷത്തോടുകൂടെ കരുത്തുള്ള, കാരിരുമ്പിനേക്കാളും കരുത്തുള്ള ഒരു നഫ്സിന്റെ, മനസ്സിന്റെ ഉടമകളാകാൻ നമ്മൾ ശ്രമിക്കണം. ആ ചോദ്യമായിരിക്കണം അള്ളാഹുവോട് നമ്മൾ ഈ സമയത്ത് ചോദിക്കേണ്ടത്. അങ്ങനെ നഫ്സുൻ മുബാറക്കയുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. നിറഞ്ഞ മനസ്സോടുകൂടി തേടുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോൾ സംതൃപ്തിയോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഇരുത്തം ഒരു നന്മയായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.